ഹായ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിട്ട് ജീൻ ഗ്രേ ആയിരിക്കും സ്പൈഡർമാൻ്റെ പുതിയ ലവ് ഇൻട്രസ്റ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിക്കോളൂ, കാരണം അത് നടക്കത്തില്ല. MCUവിലും മാർവലിലും ഒക്കെ ആയിട്ട് ജീനിനെ ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ജീൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരേ ഒരാൾ അണ്ണനാണ്. സോറി, ഈ അണ്ണനാണ്. അണ്ണനെ പറ്റി കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറയുകയാണെങ്കിൽ സാക്ഷാൽ പ്രൊഫസർ എക്സിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സ്റ്റുഡന്റ്, ഹോൾ മാർവലിലെ തന്നെ ഏറ്റവും നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാളും, അതുപോലെ തന്നെ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റർ. പിന്നെ മുന്നിൽ നിൽക്കുന്ന ടാർഗറ്റ് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഉന്നം നോക്കി അടിക്കാൻ കഴിയുള്ള കൺകസീവ് ബീംസിന്റെ ഉടമസ്ഥൻ. പിന്നെ കുറച്ചും കൂടെ ബിൽഡപ്പ് കയറ്റി പറഞ്ഞാൽ ദ ഹോൾ എക്സ്മാൻ്റെ ഫീൽഡ് കമാൻഡർ സ്കോട്ട് സമൻസ് അഥവാ സൈക്ലോപ്സ്. 20th സെഞ്ചുറി ഫോക്സ് പുറത്തിറക്കിയ എക്സ്മാൻ സിനിമകൾ കൂടുതലും വോൾവറിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും അണ്ടർറേറ്റഡ് ആയി പോയതും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാൻ വിട്ടുപോയതുമായിട്ടുള്ള ഒരു ഹീറോയാണ് സൈക്ലോപ്സ്. മിക്ക മ്യൂട്ടൻസിനും സംഭവിക്കുന്നത് പോലെ തന്നെ ചെറുപ്പത്തിലുണ്ടായ ഒരു ആക്സിഡന്റും അത് ട്രിഗർ ചെയ്ത ട്രോമയുമാണ് സൈക്ലോപ്സിന്റെ പവറിനെ കിക്ക് ഓഫ് ചെയ്യുന്നത്. സൈക്ലോപ്സ് കണ്ണിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ലേസർ ബീംസ് അല്ല, മറിച്ച് കൺകസീവ് ഫോഴ്സ് എന്ന് പറയുന്ന വളരെ ശക്തിയേറിയ ഒരു എനർജിയാണ്. ഈ എനർജിക്ക് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന എന്തിനെ വേണമെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് കൺട്രോൾ ചെയ്യാനാണ് സൈക്ലോപ്സ് ഒരു വൈസർ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് എനർജിയെ ഫോക്കസ് ചെയ്ത് എത്ര ചെറിയ ടാർഗറ്റിലും എത്ര വലിയ ടാർഗറ്റിലും കൃത്യമായിട്ട് അടിക്കാൻ വേണ്ടി സൈക്ലോപ്സിന് സാധിക്കും. പക്ഷേ സൈക്ലോപ്സിന്റെ ഏറ്റവും വലിയ പവർ ഈ ബീംസ് അല്ല, മറിച്ച് അത് ലീഡർഷിപ്പാണ്. ഹോൾ മാർവൽ എടുത്തു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ ചില സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു സ്റ്റെപ്പ് മുകളിൽ വെക്കാൻ കഴിയുന്ന ലീഡറാണ് സൈക്ലോപ്സ്. എക്സ്മാനെ പോലെ മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് നയിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരൊരു ടീമാക്കി മുന്നോട്ട് ഇറക്കുക എന്നുള്ള പ്രൊഫസർ എക്സിന്റെ ദൗത്യത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഇതുപോലെ ഡിഫറൻറ്റ് പവേഴ്സ് ഉള്ള ആ പവറിന് ഒരു ശാപമായിട്ടും അനുഗ്രഹമായിട്ടും കരുതുന്ന മ്യൂട്ടൻസിനെ ഒന്നിച്ചൊരു മിഷൻ ഇറക്കാനും കഴിവുള്ള ഒരേ ഒരാളെ കൂട്ടത്തിൽ സൈക്ലോപ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവനേക്കാളും പവറുള്ള മ്യൂട്ടൻസ് പോലും സ്കോട്ടിനെ തങ്ങളുടെ സുപ്രീം കമാൻഡറായി അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ തരാനാണെങ്കിൽ പ്രൊഫസർ എക്സിന്റെ ഏറ്റവും വലിയ ശത്രുവായ മാഗ്നറ്റോ പോലും സ്കോട്ട് ഒരു മികച്ച ലീഡറാണെന്ന് പലതവണ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരുടെയും വാക്ക് കേൾക്കാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയറി അടിക്കുന്ന വൂൾവറിൻ പോലും ഒരു ബാറ്റിൽ ഫീൽഡിൽ സ്കോട്ട് പറയുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. സൂപ്പർമാനെയും ലൂയിസിനെയും പറ്റിയും അല്ലെങ്കിൽ സ്പൈഡർമാനെയും മേരി ജെയിനെയും പറ്റി പറയുന്നത് പോലെ തന്നെയാണ് സ്കോട്ടും ജീനും തമ്മിലുള്ള പ്രണയം. തൻ്റെ മൈൻഡ് കറപ്റ്റായി ജീൻ ഗ്രേ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് പോലും തൻ്റെ വൈഫിനെയും അതുപോലെ തന്നെ വിശ്വസിച്ചവരെയും ഒരേപോലെ സംരക്ഷിച്ച ആളാണ് സ്കോട്ട് സമൻസ്. എക്സ്മെൻ യൂണിവേഴ്സിലെ താനോസ് അല്ലെങ്കിൽ മാർവൽ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളായ അപ്പോക്കലിപ്സിനോട് നേർക്കുനേർ മുട്ടി നിന്ന് തോൽപ്പിച്ചിട്ടുള്ള ആളാണ് സൈക്ലോപ്സ്. സോ മാർവലിൻ്റെ അടുത്ത മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ എക്സ്മാനെ ലീഡ് ചെയ്യാൻ പോകുന്നതും ഈ സൈക്ലോപ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ജീൻ ഗ്രേ സ്പൈഡർമാനെ സ്നേഹിക്കുക എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ തൽക്കാലം ഡിലീറ്റ് ചെയ്തേക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മുതൽ MCUവിലേക്ക് വരാൻ പോവുകയാണ്. സോ ഇനി ഏത് എക്സ്മാൻ ക്യാരക്ടറിൻ്റെ കഥയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക.